ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ നിങ്ങൾ? ഇന്ന് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ദാരിദ്ര്യമില്ലാതെ സന്തോഷകരമായി ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? എങ്കിൽ ഒരു എളുപ്പമാർഗം പറഞ്ഞു തരട്ടെയോ? മഹാനരാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ സ്വഹാബി പ്രമുഖരിൽ വലിയ കോടീശ്വരനായിരുന്നില്ലേ? അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്ന പ്രിയപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് അവിടുത്തെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ വല്ലതും തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ മഹാനരാകുന്ന ഇബ്നു മസ്ഊദ് തങ്ങൾ, ആ സുദീർഘമായ ഹദീസിൽ കാണാൻ കഴിയും, ഇബ്നു മസ്ഊദ് തങ്ങൾ എന്ന പ്രിയപ്പെട്ട സ്വഹാബി വര്യർ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഞാൻ എൻ്റെ റബ്ബിന്റെ റഹ്മത്താണ് താല്പര്യപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ, നിങ്ങൾക്ക് ശേഷം നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നോമന മക്കൾ, ധാരാളം പെൺമക്കളുടെ സ്വഹാബിയായിരുന്നു മഹാനുഭാവർ. എന്നാൽ നിങ്ങളെ പെൺമക്കൾക്ക് ധാരാളം പ്രയാസം വരുമല്ലോ, അതുകൊണ്ട് ഞാൻ പെൺമക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും എന്തെങ്കിലും തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് നേരെ നിന്നിട്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ കിടക്കുകയായിരുന്നവർ എണീറ്റ് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ, നിങ്ങളൊരു കാര്യം അറിയണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലയോ, ആരെങ്കിലും സൂറത്തുൽ വാഖിഅ നിത്യമായി ഓതുന്നുണ്ടെങ്കിൽ, നിത്യമായിട്ട് ആ സൂറത്ത് ഓതുന്നുണ്ടെങ്കിൽ അവർക്ക് ലം തുസ്ബിഹു ഫാഖ, അവർക്കൊരിക്കലും ഇല്ലായ്മയും വല്ലായ്മയും എത്തിച്ചേരുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പൊന്നു മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ഡയലി പാരായണം ചെയ്യാറുണ്ട്. അതുകൊണ്ട് അവർക്ക് പ്രയാസം വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൂറത്തുൽ വാഖിഅയുടെ അർത്ഥം പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അതിന്റെ ഓരോ വീഡിയോകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. റബ്ബ് നമ്മുടെ ഇൽമിലൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.